ഇന്ന് മഴയൊക്കെ തോന്നുന്നു നല്ല വെയിൽ കണ്ട ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം മുറ്റത്ത് നല്ല രീതിയിൽ കരിയില വീണ് കിടക്കായിരുന്നു. ഈ പ്ലാവിന് ഇഷ്ടം പോലെ വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം നമ്മൾ തൂത്താലും തൂത്താലും ഇത് പോകത്തൂലായിരുന്നു. അപ്പം ഇന്ന് ഇതെല്ലാം ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് തൂത്ത് തീയിട്ട് കളയാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാട്ടോ. ഇറങ്ങി നോക്കിയപ്പോൾ നിമിക്കി ഇതാ മേളിൽ നിൽക്കുന്നത്. ഞാൻ ഒന്ന് കൈവീശി കാണിച്ചതോ ആൾ പറന്നിങ്ങ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പറന്നിഞ്ഞ് വന്ന് പിന്നെ കുറേ നേരം സ്നേഹപ്രകടനമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവളെ കളിപ്പിച്ചു എടുത്ത് നിന്നതിന് ശേഷം ബാക്കി തൂക്കാനായിട്ടൊക്കെ അങ്ങ് പോയേട്ടോ. അപ്പം ഞാൻ ഈ മഴ പെയ്ത സമയത്ത് വീട്ടിൻ്റെ സിറ്റൗട്ടിൽ വെച്ചിരുന്ന കുറച്ച് ചെടികളെല്ലാം എടുത്ത് ഇതേക്ക് പുറത്തോട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്നേട്ടാ. നമ്മളിനി എത്ര വെള്ളം ഒഴിച്ചാലും ഇങ്ങനെ മഴയത്ത് സ്വാഭാവികമായിട്ട് വെള്ളം കിട്ടുമ്പോൾ അവർക്കൊരു പ്രത്യേക ഉണർവുള്ള കണക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിനി നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും പുറത്തിരുന്ന് ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് വളരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗി എനിക്ക് ചെടിയൊക്കെ തോന്നുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മഴ ചെയ്തപ്പോൾ ഇത്തിരി എടുത്ത് ഈ മണി പ്ലാന്റിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തോട്ട് കൊണ്ട് വെച്ചിരുന്നു. പിന്നെ അതുപോലെ ഈ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇത് കണക്ക് നമ്മൾ ഈ പൊടിയൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ ഈ മഴയത്ത് 2 ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് പൊടിയും കാര്യങ്ങളും എല്ലാം അങ്ങ് പോയി. ഈ മണി പ്ലാന്റ് ഫുള്ള് ഇങ്ങ് താഴെ വരെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കട്ടൻ ലീഫ് കണക്ക് ഇങ്ങനെ താന്ന് വരെ കിടന്നതാണ്. പക്ഷേ ആരും ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുട്ബോൾ കളിച്ച് അതിൻ്റെ ആ വലിയ വള്ളികളെല്ലാം ഇങ്ങനെ ബോൾ കൊണ്ടുവന്ന് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അവിടെ നിന്നെല്ലാം ഇങ്ങനെ പൊട്ടി മുളിച്ച് കിളിച്ച് വരുന്നതേ ഉള്ളായിരുന്നു. പിന്നെ ഇപ്പുറത്തെ കോർണറിലായിട്ട് വേറൊരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ താഴോട്ട് വളർത്തേണ്ട, ഞാനിങ്ങനെ വിചാരിച്ച് വള്ളി കെട്ടി ഇങ്ങനെ മുകളിലോട്ട് പടത്തി വിടാമെന്ന് പറഞ്ഞ് ഞാൻ ആരുവിനെ കൊണ്ടുവന്ന് അവിടെ ഒരു വള്ളി അവിടെ കെട്ടി ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് അതിനകത്തെല്ലാം അതൊന്ന് ചുറ്റി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചുറ്റി ചെയ്ത് വിട്ട് കൊടുക്കുമ്പോൾ അതങ്ങ് മുകളിലോട്ട് പടന്ന് പൊയ്ക്കോളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തോട്ട് വേറൊരു ചെടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്തെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ കണ്ട് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ അങ്ങ് പൊക്കം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജസ്റ്റ് മണ്ണൊക്കെ പറ്റിയിരുന്നു. അതൊക്കെ ഒന്ന് തട്ടി തൊടുത്തതിന് ശേഷം ഇവിടെ അടുത്തായിട്ടൊരു വേറൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞാൻ ഫസ്റ്റായിട്ട് കൊണ്ടുവച്ചിരുന്നത് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ നല്ല നീളം വെച്ചു. അപ്പോൾ അതിന് മുകളിൽ കയറി വെക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് ഹെൽപ്പിങ്ങിന് വിളിച്ചാണ് കേട്ടോ. അങ്ങനെ ആദ്യമാണ് അതെല്ലാം കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് റെഡിയാക്കി വെച്ച് തന്നത്. ഇതിനെയൊക്കെ ഒന്ന് പരിപാലിച്ച് കൊടുത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ചൊരു സുഖമാണ് കിട്ടുന്നത്. ഒരുപാടൊന്നും ഇല്ലെങ്കിൽ കൂടി എന്തോ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ട് തോന്നും. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി നാളെ കാണാം.